You are watching GB's Vlogs. ഇതെല്ലാം ഫ്ലൂയിഡിൻ്റെ അകത്തിട്ട് വെച്ചേക്കോ അല്ലേ? ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് തിരുവല്ല ബിലിവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ഒരു അനാട്ടമി മ്യൂസിയവും അതിനോടനുബന്ധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ചെറിയ ഒരു എക്സിബിഷനും ഒക്കെ ഉണ്ട് എന്നറിയാനിടയായി. അപ്പോൾ അത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പ്രായപൂർത്തിയാകാത്തവർ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ വികൃതമായ ചില രൂപങ്ങൾ ഒക്കെ കാണുവാൻ ഭയമുള്ളവരാരും ഈ വീഡിയോ കാണരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. പഠന ആവശ്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അനാട്ടമി മ്യൂസിയമാണ് നമ്മളിവിടെ ലൈവായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇതിനുള്ളിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് 100 രൂപയാണ് ഒരു മുതിർന്ന ആൾക്ക് വേണ്ടിയത്. അതുപോലെ കുട്ടികൾക്ക് 50 രൂപയുമാണ് അവിടെ ഈടാക്കുന്നത്. സത്യത്തിൽ ഈ ഒരു എക്സിബിഷൻ ഒക്ടോബർ 1-ാം തീയതിയോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മളവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കയറി കണ്ടതാണ്. അതൊന്ന് പകർത്തി നമ്മൾ നമ്മുടെ ചാനൽ വഴി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ഓരോ എല്ലുകളെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ ഇവിടെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാലുകൾ ഒടിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുട്ട് കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ കമ്പി ഇടുമല്ലോ. അപ്പോൾ അതിന് എങ്ങനെയാണ് കമ്പി ഇടുന്നത്, എങ്ങനെയാണ് ആ ഒരു പൊട്ടലിന് അല്ലെങ്കിൽ ആ ജോയിൻറ്റിന് മൂവ്മെൻ്റ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ പിടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ അവിടെ ഒരു ഒറിജിനൽ എല്ലിൽ തന്നെ അവർ ചെയ്ത് വെച്ചിരിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡമ്മി പീസുകളും കാണാൻ പറ്റും. ഹിപ്പ് ജോയിൻറ്റുകളൊക്കെ ഒടിഞ്ഞിട്ട് അവിടെയൊക്കെ നമ്മൾ ഈ നമ്മുടെ അനക്കം വരുന്ന കാലിൻ്റെയൊക്കെ ജോയിൻറ്റുകൾ എന്ന് പറയുന്ന അനങ്ങുന്ന ഭാഗങ്ങളല്ലേ, ഈ ജാവരി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ മാത്രമേ നമുക്ക് നടക്കാനൊക്കെ ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഭാഗങ്ങൾ ഒടിയുന്നതും അതിനെ എങ്ങനെ സർജറി ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ടൈറ്റാനിയം വെച്ചുള്ള നമ്മളുടെ അസ്ഥികളൊക്കെ ഒടിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കമ്പി ഇടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിന് ഏറ്റവും നല്ലത് ടൈറ്റാനിയം എന്നുള്ള ഒരു മെറ്റൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻഫെക്ഷനൊക്കെ കുറയാൻ ഏറ്റവും നല്ലതാണ്. അത് ആദ്യം കഴുകിയിട്ട് പ്ലാസ്റ്റിക് ബാഗിനകത്ത് വെച്ച് ഐസ് ഇട്ടിട്ട് ഒരു കവറിനകത്ത് ഐസ് ഇട്ട് കെട്ടണം. കഴുകി ഐസ് ഇട്ടുകൊണ്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ എടുത്തുകൊണ്ട് ആശുപത്രി ചെല്ലണം. എനിക്ക് അത് ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ അറ്റുപോയ വിരൽ വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം ഒരു കോട്ടൺ തുണിയിൽ വൃത്തിയായി സൂക്ഷിച്ച് പൊതിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞെടുത്ത് ഐസ് കട്ടയിട്ടുകൊണ്ട് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് തരും. മനുഷ്യ ശരീരത്തിലെ സകലമാന കാര്യങ്ങളും ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേണ്ടുന്ന രീതിയിലുള്ള മോഡൽസുകൾ കൂടുതലായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒറിജിനലായിട്ടുള്ള ബോഡിയും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അനാട്ടമി മ്യൂസിയത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതർമോൻ്റെ ചില സംശയങ്ങളുടെ ഭാഗമാണ് അതൊക്കെ അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെല്ലുന്നത് ഒരു അനാട്ടമി ഏരിയയിലേക്കാണ്. മുക്കൽക്കൊടി അതല്ലേ? ഇതെല്ലാം ഒറിജിനൽ അല്ലേ?
ഇതെല്ലാം ഫ്ലൂയിഡിൻ്റെ അകത്തിട്ട് വെച്ചേക്കോ അല്ലേ? ആ അത് ആ ഓ 12 ആഴ്ച 12 ആഴ്ച 14 ആഴ്ച 22 ആഴ്ച നമ്മുടെ ഫുൾ ടൈം ബേബി തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഒരു ഡിസോർഡറാണ്, തലച്ചോറ് വളർത്തി ഡെവലപ്പ് ആവാറുണ്ട്. ഇതവിടെ കാല്, നമ്മുടെ നീ ജോയിന്റ് ആണ്. ഇതൊക്കെ അതിന്റെ ലിഗമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾക്ക് ചിലപ്പോ ഈ കാല് ലിഗമെന്റ് സ്ട്രെയിൻ ആവാന്നൊക്കെ പറയില്ലേ, ACL ടിയർ ഒക്കെ ഇല്ലേ, ഇതാണ് ACL. ഇത് നമ്മുടെ ചിരട്ട അതാണ്. ഇത് നമ്മുടെ ഈ റീപ്ലേസ്മെന്റ് ചെയ്ത ഒരു ബോഡിയിൽ നിന്ന് കിട്ടിയതാ. ഇത് നമ്മള് കംപ്ലീറ്റ് ഇതില് ചിരട്ട ഉണ്ടാവില്ല, ഈ സാധനം ഉണ്ടാവില്ല. അതിന് പകരം വെച്ച സാധനം നമ്മള് സുഖമായിട്ട് മൂവ് ചെയ്യും. ഇത് നമ്മുടെ ലോവർ ലിംബില് ഇതാണ് നമ്മുടെ ബോഡിയുടെ ഏറ്റവും വലിയ മസിൽ, ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇത് നമ്മുടെ തൊട ഭാഗത്ത് മറിച്ചിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ബോഡിയുടെ ഏറ്റവും നീളം കൂടിയ മസിൽ, സാർട്ടോറിയസ് എന്ന് പറയും. ഇതാണ് കാല്, ഇത് നമ്മുടെ അപ്പർ ലിംബ്, ഇതാണ് നമ്മുടെ ചെസ്റ്റ് മസിൽ, ഇതാണ് നമ്മുടെ ക്ലാവിക്യൂൾ, ഇത് പെക്ടോറൽ മേജർ, ഇതാണ് നമ്മുടെ ബൈസെപ്സ്, ട്രൈസെപ്സ്. ഇതാണ് അതിനെക്കാട്ടും യൂണിറ്റ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ കരളായത്. വൻകുടൽ. ഇതാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള മസിൽ, നെക്ക് ഷീറ്റ് എന്ന് പറയും, നെക്ക് മസിലാണ്. ഈ 6 പാക്ക് ഒക്കെ വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റൊമക്ക്. ഇവിടെ പാൻക്രിയാസ് കാണാം ക്ലിയർ ആയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ പ്ലീഹ. ഇതാണ് നമ്മുടെ ചെറുകുടൻ്റെ 3 പാർട്ടായിട്ടാണ്. ഓടിനം ആദ്യം വരും, പിന്നെ അത് കണ്ടിന്യൂ ജജനമാവും, പിന്നെ അത് ഈയമാവും. പിന്നെ ഇത് ഈയം കഴിഞ്ഞ് വരുന്ന നേരെ എഴുതും. ഇതാണ് സീനം. ഇതാണ് നമ്മുടെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി ഇത് മേലോട്ട് പോയി ഇതാണ് വൻകുടൽ. ഈ വൻകുടൽ താഴത്തോട്ട് റെക്റ്റമാവും. ഇതാണ് കരൾ. ഇതാണ് ഇത്രയും വലിപ്പമുണ്ടല്ലേ? ഇത്രയും വലിപ്പമുണ്ട്. അവിടെ കണ്ടായിരുന്നു അത് ഞെക്കും. അത് കുറച്ച് ചെറുതായിട്ടുള്ളത് കോമാരൻ കാണും. ഇതാണ് നമ്മുടെ പിത്തസഞ്ചി. ഇവിടെ നമ്മുടെ കിഡ്നി മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇത് കിഡ്നി ഇങ്ങനെ താഴത്തോട്ട് വന്ന് ഇവിടെ സ്ട്രക്ചറായി നമ്മൾ യൂറിറ്റർ എന്ന് പറഞ്ഞ് താഴത്തോട്ട് ഇങ്ങനെയാണ് യൂറിൻ പാസ് ആവുന്നത്. യൂറിൻ താഴത്തോട്ട് വന്ന് യൂറിനറി ബ്ലാഡർ. അതാണ് നമ്മുടെ ഇടുപ്പ്. ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു ലായനിയിലാണ് ഇവ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒരു സർപ്പത്തിനെ ഇതുപോലെ ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ ഇതൊക്കെ ഒറിജിനൽ സംഭവം തന്നെയാണ് കേട്ടോ. ഒറിജിനൽ ബോഡിയാണ് ഈ കാണുന്നതൊക്കെ. അനാട്ടമി മ്യൂസിയം എന്നൊക്കെ കാണും. അപ്പം നമ്മുടെ ഗർഭസ്ഥ ശിശുക്കളുടെ ഓരോ സ്റ്റേജിലുള്ള പിന്നെ ഓരോരോ ഘട്ടങ്ങളായിട്ട് അവർ വേർതിരിച്ച് അതിനെ തന്നെ ഒറിജിനലായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഫോർമാലിൻ എന്ന് പറയുന്ന ലായനിയാണ് ഇവയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. കേടുകൂടാതെ ഇരിക്കുമെങ്കിലും ചെറിയ രീതിയിലുള്ള സ്മെല്ലൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ അനുഭവപ്പെടുന്നതുമാണ്. ഈ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ടൂൾസ് ഒക്കെ കാണിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ഏരിയ കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതുപോലെ ഈ റോബോട്ടിക്കായിട്ടുള്ള ഡോഗ് അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അത് നമ്മുടെ മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയും ചവിട്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഷെയ്ക്ക് ഹാൻഡ് തരും. അതിൽ ക്യാമറയോ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. അത് എന്തിനാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും അതൊരു രസമുള്ള കാഴ്ചയായിരുന്നു. വലിയ മോട്ടർ ഇത് ചെയ്യും. പിന്നെ ഇതിന്റെ വലിയ മോട്ടർ ഈ ബോൾബോർഡ് പാർട്സ് അസംബിൾ ചെയ്യാൻ. പിന്നെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ സർജറിയുടെ സമയത്ത് ഒരു ബോഡിയിൽ എക്സസ് ബ്ലഡ് വരുവാണെങ്കിൽ സക്ഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിനും വേണ്ടി ഈ മെഷീൻ. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രീനിനകത്ത് ഒരു പെണ്ണ് ഇതിന് എക്സസൈസ് ചെയ്യുന്നുണ്ട്.
ആ പെണ്ണ് കാണിക്കുന്ന അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ കണ്ട് ശരിയാണെന്ന് കമ്പ്യൂട്ടർ പറയും, സ്പീഡ് കുറയ്ക്കണം. തെറ്റാണെങ്കിൽ അതും കമ്പ്യൂട്ടർ പറയും. തെറ്റാ, മിഷൻ തെറ്റാ. മിഷൻ കേടാ, മിഷൻ കേടാ. അവസാനമായിട്ട് അവിടെ VFX ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ എക്സ്പീരിയൻസും ഒക്കെ ചെയ്യാനൊക്കെ സാധിച്ചു. വളരെ നല്ല ഒരു രീതിയിൽ നമ്മൾ അവിടുത്തെ എക്സിബിഷനൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ ചെന്ന് ഓരോത്തിൻ്റെയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഒക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. പരമാവധി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു അനുഭവമായിരുന്നു ഈ ഒരു എക്സിബിഷന്. അതുപോലെ തന്നെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇവിടെ അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.